തറാവീഹിൽ വരുന്ന കറാഹത്തുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ തറാവീഹിന്റെ വിഷയങ്ങൾ പറയാം. നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഉടനെ തന്നെ വജ്ഹത്ത് ഓതി. ഇനി വജ്ഹത്ത് ഓതാൻ സമയം കുറവാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലിയാലും ദുആഉൽ ഇഫ്തിതാഹിന്റെ പ്രതിഫലം കിട്ടും. അത് കഴിഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പിശാചിന്റെ കാവൽ തേടി പിന്നെ വിസ്മയും ഫാത്തിഹ മുഴുവനായും ഓതുന്നു. ഫാത്തിഹ ഓതിയതിനു ശേഷം ഒറ്റക്ക് നിസ്കരിക്കുന്നവർ ഇമാം സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇനി ഇമാമായിട്ടുള്ളവരാണെങ്കിൽ, ഇമാമിനെ തുടരുന്നവരാണെങ്കിൽ അവർക്ക് സൂറത്ത് ഓതൽ സുന്നത്തില്ല. ഇമാമിന്റെ കൂടെ ചില ആളുകൾ സൂറത്ത് ഓതുന്നത് കേൾക്കാറുണ്ട്, അത് കറാഹത്താണ്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ സൂറത്ത് ഓതേണ്ടതില്ല. അത്തഹിയ്യാത്തിൽ ഉപേക്ഷിക്കരുത്, ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അവസാനത്തെ ദുആ. അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അത്തഹിയ്യാത്ത് സമ്പൂർണ്ണമായും ചൊല്ലി സലാത്ത് നിർവഹിച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബീർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യായ വമമാതി വമിൻ ഫിത്നത്തിൽ മുസ്തജാബ്. ഈ കാവൽ തേടൽ, ഈ ഒരു പ്രാർത്ഥന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും ഒഴിവാക്കിയിട്ടില്ല.